Jodori. Okay, shall we start English Literature Standard 8, a new lesson? Lesson 6, let us go home, part 1. The thing about the last 6 weeks is very wonderful one. You watch the video and you write the note. But one thing I know that you don't have to, when you're watching the video and it's not good because you take much more time. I don't know about what's the problem. You have to get 2 to 3 videos per day. It is better to see the video that actually you get the video within 4 o'clock to 6 o'clock between. It is better to watch the video on the 19th. And the next day you have to get time. Again you watch again and write the notes in the book. And you have another notebooks. If you have to do these things regularly, you don't have any problem. But you have to watch the video before, after 2 days. Then the coming 2 days also you have much more problem. So my suggestion, today you get the video this way within 4 to 5 years. Because the video is my phone. And when I reach my home, I send it this video. So you get this video today between 4 to 5 years. So you can easily watch the video because it's how 15 minutes, not more. And the same day, the second day, again you watch secondly and write this in the text. First time you watch it, heard it. Then the second day you heard it and write. It's better. And because otherwise you will have a big mark. Mathematics video financial notebook market, aspiration market, Russia policy for the director, the literature, parents were not ready for PT1 at the Euro mark, PT2, half at the end of the mark, Nur marker was to put it in. And then notebook and you want to do only lip aspiration of the notebook, market of the അതുകൊണ്ട് പരീക്ഷയുള്ളൂ. ഇനിയിപ്പോൾ ഇതിന് ബിസിനസ് പരീക്ഷ ഇതുമാണ്. പിന്നെ ഫൈനൽ ഇയർ 800 മാർക്ക്. അങ്ങനെയാണ് മാർക്ക്. അതുകൊണ്ട് വീഡിയോ കാണുക മസ്റ്റാക്കുക. അത് നിങ്ങൾ ഓരോ കുട്ടിയുടെ ഉത്തരവാദിത്തം. ആരും കുറ്റമൊരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ പാരൻസിന് ഫോൺ എടുത്ത് കിട്ടുന്ന ഏത് സമയത്തായാലും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കും. ഇപ്പോൾ ഉറങ്ങാൻ പോകുന്ന കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ കാണാറുണ്ട്. ഇത് കാണാൻ 15 മിനിറ്റ് സമയം വേണം. ഇങ്ങനെ ഒരു ദിവസം 2-3 വീഡിയോ എടുത്തുള്ള 8ാം ക്ലാസ്. ഞാൻ എല്ലാ വീഡിയോയും സെൻഡ് ചെയ്യുന്നു. എൻ്റെ പോസ്റ്റ് വഴിയാണ് പോകുന്നത്. എല്ലാ വീഡിയോയെ കുറിച്ച് എനിക്കറിയാം. എപ്പം വിട്ടെന്നറിയാം, അതിനകത്ത് എന്താണെന്നറിയാം, എത്ര സമയമുണ്ടെന്നറിയാം. ഇതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ വഴിയാണ് യൂട്യൂബിൽ പോവുക. യൂട്യൂബിൻ്റെ പ്രധാന പോസ്റ്റ് ഞാനാണ്. എനിക്ക് മാത്രമേ അനുവാദമുള്ളൂ ഈ വീഡിയോ വിടാനും ഒക്കെ. ഇത് പിൻവലിക്കാനും തിരുത്താനും ഒക്കെ ഉള്ള കാര്യം എനിക്ക് മാത്രമല്ല. വേറെ ആർക്കും ചെയ്യാം. സോ എല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് എപ്പോഴാണ് ഞാൻ കാണുന്നത്? അങ്ങനെ വെച്ച് നോക്കിയാൽ 8ാം ക്ലാസ്സിലെ പിള്ളേർ വളരെ മോശമായിട്ട് പറയാം. അവിടെ തന്നെ എനിക്ക് പ്രാവശ്യം ഓഗസ്റ്റ് സ്പോട്ടിൽ പലരും ഞാൻ കൊണ്ട് നൽകുന്നത് അഭിപ്രായം ഞാൻ കൊണ്ടിടുന്നത്. കാരണം നിങ്ങൾ പലരും നല്ല രീതിയിൽ ചെയ്താലും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാഠ്യേതര വിഷയങ്ങളിലെ പെർഫോമൻസ് വീഡിയോ കാണുക, നോട്ട് എഴുതുക, അതുപോലെ ടീച്ചേഴ്സിന് റെസ്പോണ്ട് ചെയ്യുക, വാട്സാപ്പിൽ ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പെർഫോമൻസ് വളരെ മോശമായിട്ട് ഞാൻ കണ്ടു. അതെല്ലാം പരിശോധിച്ചു. ഞാൻ ഇടയ്ക്ക് പരിശോധിച്ച് നോക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നല്ലൊരു ഗ്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട്. കോഴ്സ് പഠിത്തത്തിലെടുത്ത് ഞാനാണ് 8ാം ക്ലാസ്. അപ്പം അതുകൊണ്ട് നോക്കിയോ നിങ്ങൾ ഫ്രണ്ട്സിന് എനിക്കായിട്ടില്ല പറയുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ട് നിങ്ങളെപ്പോൾ അത് കണ്ടത് ഞാൻ നോക്കുന്നുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടിയാണ്. ഇപ്പം നിങ്ങളെ നേരെ പഠിപ്പിച്ച് ചെയ്തിട്ട് 3:30 ജോലി നിന്ന് പോകാം. ഇത് ഞാൻ 3 ഇവിടുന്ന് പോയി 4 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ 4 മണി 7 ജോലി ചെയ്യാം. ഈ വീഡിയോകൾ മുഴുവൻ 10-20 വീഡിയോസ് ചെയ്യും. വളരെ ഞാൻ നോട്ട്സ് എല്ലാം ഇവിടെ തയ്യാറാക്കി കുറേ സമയത്ത് തയ്യാറാക്കി ദിവസം
ഈ നോട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഈ ജോലികളെല്ലാം ചെയ്ത് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ പഠിക്കുന്നില്ലെന്നാണ് സത്യം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാർക്ക് തന്നെ പഠിക്കുന്നത് മാത്രം മാർക്ക് തന്നെ സ്കോളർഷിപ്പ് ഒത്തിരി പേര് പല പെർസെൻറ്റേജ് കിട്ടും. ആ പെർസെൻറ്റേജ് ഒന്നും പാസ്സാക്കി വിടാൻ പറ്റില്ല. ഞാനിവിടെ നിങ്ങളുടെ മാർക്ക് ശേഷിച്ചത് കൃത്യമായിട്ടുള്ളത് എഴുതി വിട്ടിട്ട് കറക്റ്റ് ചെയ്തിട്ടാണ് അസംബന്ധം. അതുകൊണ്ട് ഓർക്കണം, പഠിക്കുക, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട്. അതുപോലെ ഇംഗ്ലീഷ് വാക്ക് എത്രയും വേണം അതിനെ ഇംഗ്ലീഷ് വാക്ക് മലയാളം. ഈ ഇംഗ്ലീഷ് വാക്ക് മലയാളം പഠിക്ക് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. ലെറ്റസ് എന്ന് പറഞ്ഞ രണ്ട് വാക്കാണ്. ലെറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ഇതാണ്. അസം എന്ന് പറഞ്ഞാൽ നമ്മളാണ്. അതായത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ലെറ്റസ് പ്രേ, ലെറ്റസ് സ്റ്റാർട്ട്, ലെറ്റസ് സ്റ്റഡി, ലെറ്റസ് തിങ്ക്, ലെറ്റസ് വാക്ക്, ലെറ്റസ് ഗോ. കണ്ടോ? ഞാൻ നമുക്ക് ഗോ ഹോം, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിങ്ങൾ വീടിന്റെ പുറത്തേക്ക് പോയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരോട് നമുക്ക് വീട്ടിൽ പോകാം, ലെറ്റസ് ഗോ ഹോം. നിങ്ങളുടെ സ്കൂളിൽ വന്ന വൈകുന്നേരം 3:30 നിങ്ങൾ ക്ലാസ്സിൽ മറ്റുള്ള പറയും ലെറ്റസ് ഗോ ഹോം, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇത് ഒരു കുട്ടിയുടെ ചിന്തയാണ്. ഒരു കുട്ടിക്ക് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ ദുരന്തമാണ്. അപ്പനും അമ്മയും അകാലത്തിൽ നഷ്ടപ്പെട്ടു പോകുക എന്ന് പറയുന്നത് വലിയ ദുരന്തമാണ്. അവസാനം ആ കുട്ടി ഏകനായി. അവന്റെ ദുഃഖങ്ങൾ ആണ് ഈ പോയറ്റ് ഇവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പോയറ്റ് തന്നെ ഈ കുട്ടി. അതുകൊണ്ട് കെവിലിയൻ സിയോ എന്ന് പറയുന്ന ഓദർ അദ്ദേഹം തന്നെയാണ് ഈ കുട്ടി. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് പേര് പറഞ്ഞിട്ടില്ല. ഹീ എന്ന് പറയുന്നതിന് കാരണം ഈ പോയറ്റിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ തന്റെ കഥ ഇവിടെ പറയുകയാണ്. ലൈക്ക് എവരി ചൈൽഡ്, എല്ലാ കുട്ടികളും the child in the story loves his mother dearly and look forward to spending time with her. എല്ലാ കുട്ടികളെ പോലെ ഈ കുട്ടിക്കും വലിയ ഇഷ്ടമാണ് തന്റെ അമ്മയെ സമയം ചെലവഴിക്കും. നിങ്ങൾ കുട്ടികൾക്ക് എല്ലാ അമ്മയോടും അപ്പനോടൊപ്പം സമയം ചെലവഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇഷ്ടപ്പെട്ട കൂട്ടുകാരോട് എത്ര നേരം വേണമെങ്കിലും. ബട്ട് വാട്ട് ഹാപ്പൻസ് വെൻ ഹി ഗോസ് ഹോം ആഫ്റ്റർ സ്കൂൾ? സ്കൂളിൽ ഒരു ദിവസം അവൻ വീട്ടിലേക്ക് പോയി. എന്ത് സംഭവിച്ചു? ഈ കഥയിൽ നോക്കാം. He started when they were going to school in the school bus പോകും. Someone started talking about marbles. Marbles എന്ന് പറഞ്ഞാൽ വെള്ളാരക്കല്ല്. കുട്ടികളുടെ പ്രധാനമാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കല്ലിന്റെ സ്റ്റോണുകൾ പെറുക്കി കൊണ്ടുപോകും. അത് മറ്റു കൂട്ടുകാരെ കാണിച്ചു തരാവോട. പണ്ട് എവിടെ കൊച്ചു പിള്ളേർ പറയുന്നത് തൊപ്പല് തരാം കൂടാതെ കാരണം കൂട്ടുകാണെങ്കിൽ തൊപ്പല് കയ്യിലിരിക്കുന്ന എന്തെങ്കിലും കൊടുത്തിട്ട് മറ്റുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് പിടിച്ചു വെക്കുക. അപ്പൊ വെള്ളാരക്കല്ല് ചുമ്മാ മുറ്റത്തും ഒക്കെ അടിയിലൊക്കെ കാണാവുന്നതാണ്. വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തെല്ലാം സ്മൂത്ത് സ്റ്റോൺസ്. ഇതിനാണ് മാർബിൾസ് എന്ന് പറയുന്നത്. വെള്ളാരക്കല്ല് സ്മൂത്ത് സ്റ്റോൺസ്. അപ്പൊ അത് അവർ കൊണ്ടുവന്ന് ബസ്സിൽ കളിക്കുന്നു. He was always too interested in marbles. He listened, he began to forget. പക്ഷേ കൂട്ടുകാരുമായി സംസാരിച്ചിരിക്കുന്നതിനിടയിൽ നമ്മുടെ ഈ കഥാനായകൻ കുട്ടിയുടെ പ്രത്യേകതയാണ് പറഞ്ഞത് മാത്രം സംസാരിക്കുന്നു. പെട്ടെന്ന് അവൻ എന്തോ ചിന്തകളിലേക്ക് പോകും. പിന്നെ അവൻ പറഞ്ഞു ഞാൻ നോക്കത്തില്ല. പക്ഷെ അവരുടെ കൂടെ ഉള്ളവർക്കെല്ലാം നമ്മുടെ ഈ സ്വഭാവം അറിയും. അവർക്കെല്ലാം അവരോട് വലിയ ധൈര്യം. അവരൊന്നും പറയത്തില്ല. അവനിങ്ങനെ മറന്നുപോയിരിക്കും. കാരണം അവന്റെ ജീവിതത്തിൽ അതുപോലെ ദുരന്തങ്ങൾ സംഭവിച്ച കുട്ടിയാണ്. ആ സംഭാഷണം മുഴുകി വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കുട്ടി ഇതിനകത്തെ ചൈൽഡ് മറന്നു. അവൻ പറയുന്നത് എന്നാണെന്ന് ഇത് അവന്റെ കൂട്ടുകാരുമായിട്ട് പോകുന്നതാണ്. മിടുക്കനായ കുട്ടി. ഇതാണ് അവന്റെ വീടിന്റെ മുമ്പിൽ. ഇത് കുട്ടി വീടിന്റെ അവിടെ നിൽക്കുന്നതാണ്. ഇതാണ് അവന്റെ വീട്. ഇത് അവൻ കൂട്ടുകാരുമായിട്ട് പോകുന്നത്. അപ്പോൾ അവൻ ബസ്സിൽ പോയി നല്ല സംഭാഷണത്തിൽ കഴിഞ്ഞ് വെച്ച് മറന്നു. ഒന്നും മിണ്ടാതെ പിന്നെ പറഞ്ഞു ഞാൻ എന്നാ പറഞ്ഞു ചോദിച്ചു. അപ്പൊ കൂടെയുള്ളവർ പറഞ്ഞു ഇതാ പറഞ്ഞത്. He joined the talk and forgot completely. മുഴുവൻ മറന്നു. Afterwards, he did not know how he could have forgotten that. But perhaps he was not so strange after all. പക്ഷേ ഇത് കുറെ കഴിയുമ്പോൾ മറ്റാളും അതിന് അപരിചിതമായിട്ട് തോന്നിയില്ല. കാരണം സ്ട്രേഞ്ച് ആഫ്റ്റർ ഓൾ എല്ലാവർക്കും അപരിചിതമാണ്. കാരണം അവൻ ഇങ്ങനത്തെ സ്വഭാവമുണ്ടെന്ന് കൂട്ടുകാർക്കല്ലാതെ. കാരണം അവന്റെ ജീവിതത്തിൽ ചില ദുരന്തങ്ങൾ ട്രാജഡി സംഭവിച്ചു. അതിനുശേഷം അവർക്ക് ഇങ്ങനെ പോയി. അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അവൻ ഇങ്ങനെയുള്ളത്. എല്ലാവരും അവനോട് വലിയ ധൈര്യതയാണ്. ആരും ഒന്നും മിണ്ടത്തില്ല. Everyone had always said he was too sensitive.
എല്ലാവരും പറയാം ടു സെൻസിറ്റീവ്, ഭയങ്കരമായ സെൻസിറ്റീവ്. ടു സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു എന്ന് പറഞ്ഞാൽ വലിയ കൂടുതൽ കൂടുതൽ ശ്രദ്ധയുള്ള, എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ, സെൻസിറ്റീവ്. എന്തായാലും പറയാൻ പെട്ടെന്ന് ശ്രദ്ധിക്കും. എന്താ പറഞ്ഞത്? ചില കുട്ടികൾ അങ്ങനെ ഭയങ്കര സെൻസിറ്റീവ് പറഞ്ഞാൽ എല്ലാവരും കിട്ടി ചെയ്യുന്നത് എന്നാ ചോദിച്ചിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞേ എന്താണ് പറഞ്ഞത്? അങ്ങനെ സെൻസിറ്റീവായ കുട്ടിയാണ്. ബസ് അവന്റെ വീടിന്റെ ഗേറ്റിന്റെ എവിടേക്ക്. അപ്പോൾ ആ ബസ് ടാറിട്ട റോഡല്ല, മൺപാതയാണ്. ആ മൺപാതയുള്ള കല്ലുകളുടെ പുറത്ത് ബസ്സിന്റെ വീതി കയറുമ്പോൾ രാവിലെ മെലിഞ്ഞമരുന്ന് വെച്ചാൽ it was always a familiar man that old in pain. They jumped out with their bags and boxes outside. He stood waiting for the rest to come down. The morning clean air felt good and smelled cool, clean and fresh. The birds were keeping in their roaches of ran along the gravel. And the last boy was out. The bus rolled out of the wings again, and they crunched along the gravel to wait for the storm. അവന്റെ വീട്ടിൽ വന്ന് അവനെ കൊണ്ട് സ്കൂൾ ബസ്സൊക്കെ എനിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവന്റെ വീട്ടിലെ അന്തരീക്ഷങ്ങളാണ് അവിടെ പറയുന്നത്. അത് വലിയ ഇതാണ്. അതുപോലെ സ്കൂൾ ബസ്സൊക്കെ കയറി പോകുന്ന കാഴ്ചകളും ഇവിടെ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം അവന് വലിയ ഗൃഹാതുരത്വങ്ങൾ സമ്മാനിക്കുകയാണ്. കാരണം ഒരു സമയം കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വസ്തുവിശേഷങ്ങളാണ്. As they went, someone observed, why today Saturday? I always like Saturday because the next day is Sunday. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാറ്റർഡേകളൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം സാറ്റർഡേയുടെ അടുത്ത ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ്. സാറ്റർഡേയുടെ അടുത്ത ദിവസം സൺഡേ ആണ്. സൺഡേ അല്ലാതെ പറയാം അവധിയാണ്. ഇപ്പൊ നിങ്ങൾ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്നത് ഭയങ്കര പോകാൻ. പക്ഷെ ഇവിടെ സ്കൂളുണ്ടായിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ ആണ് നോക്കിയിരിക്കുന്നത്. സാറ്റർഡേ സൺഡേ അവധിയാണ്, കളിക്കാൻ സുഖമാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ വീട്ടിലിരുന്ന് മടുത്തു. ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകുന്ന കാര്യം ആലോചിക്കുന്നത് മിക്കവാറും ജാനുവരി ആകുമ്പോഴത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഈ മാസം 15-ാം തീയതി വിളിച്ചപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ആ സാധ്യത ഗവൺമെന്റ് മാറ്റിവെച്ചു. ഇപ്പോൾ ഗവൺമെന്റ് ഇലക്ഷൻ നടത്താൻ പോവുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ അത് കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളുകളെല്ലാം ഉപയോഗിക്കും, ടീച്ചേഴ്സിനെല്ലാം ഡ്യൂട്ടിയാണ്. പിന്നെ കോവിഡിന്റെ കുറഞ്ഞിട്ടില്ലാന്നുള്ള നിരീക്ഷണമാണ്. അതുകൊണ്ട് ഈ 15-ാം തീയതി സ്കൂൾ തുറക്കാനായിട്ട് ഗവൺമെന്റ് ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അത് മാറ്റിവെച്ചതായി ഇപ്പോൾ അറിയുന്നുണ്ട്. ഈ 2 മാസത്തെ കാത്തിരിക്കണം. നിങ്ങൾക്ക് സ്കൂളിൽ വരാനായിട്ട് പറ്റും. അപ്പോൾ അതിന് സാധിക്കട്ടെന്നാണ് ഞങ്ങൾ ടീച്ചേഴ്സ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും കാണാനും. കാരണം കുട്ടികളില്ലാത്ത സ്കൂള് വ്യത്യസ്തമാണ്. കുട്ടികളുടെ മുമ്പിൽ കുട്ടികളെ നോക്കി പഠിപ്പിക്കുന്ന പോലെ ഈ ക്യാമറയെ നോക്കി പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടുന്ന് ചിരിക്കാൻ പറ്റില്ല. കുട്ടികളെ നോക്കി നമുക്ക് ചിരിക്കുക, അവരുടെ തമാശ ഉണ്ടാവും. അപ്പോൾ അവർ ചിരിക്കും, നമ്മൾ ചിരിക്കും. ഇപ്പോൾ ക്യാമറയെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ ക്യാമറ അതിനകത്ത് പോകില്ല. അതുകൊണ്ട് സ്കൂളാകുന്ന കുട്ടികൾ ഇവിടെ വരും. അപ്പൊ ഇതൊരു സ്കൂളിന്റെ ഇതാണ് നമ്മൾ കാണുന്നത്. സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്നതാണ്. സ്കൂളിൽ ജയിക്കാണ്. നമുക്ക് ഇതുപോലെ ഉണ്ട്. സാറ്റർഡേ നോട്ട് ലൈക്ക് ദാറ്റ്. കണ്ടോ? യെസ്, ഈ തോട്ട് സാറ്റർഡേ മറ്റൊരു ദിവസം പോലെയല്ല. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാറ്റർഡേ. അതിന് മുന്നത്തെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട്. സീയിങ് ദ ഹാപ്പി ഓഫ് ദി പ്രോസ്പെക്ട് ഓഫ് ദി ഈവനിങ് ആൻഡ് ദ പ്രോസ്പെക്ട് ഓഫ് ദ ഈവനിങ്. പ്രോസ്പെക്ട് ഓഫ് ദ ഈവനിങ്. പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ നന്മ, സുഖം, ഗുണം. അതായത് സാറ്റർഡേയുടെ പ്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പിറ്റേ ദിവസം സൺഡേ ആണ്, സ്കൂളിൽ പോകണം. അതുപോലെ രാവിലെ എഴുന്നേൽക്കണ്ട. പിന്നെ വേറെ ചില പ്രത്യേകതകൾ കൂടെ ഇവിടെയുണ്ട്. വാക്കിംഗ് മെയിൻലി ഈവനിങ് ഓഫ് ദ ഹോം വിത്ത് ഹിസ് മദർ. സാറ്റർഡേ പ്രത്യേകത അമ്മയുടെ കൂടെ നടക്കാം, പൂന്തോട്ടത്തിൽ പോകാം, ചെടികൾ പരിപാലിക്കും. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ഫാദർ. കുട്ടിക്ക് നമ്മുടെ അച്ഛൻ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ കൂടെ സാറ്റർഡേ രാവിലെ എഴുന്നേൽക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പൂന്തോട്ടത്തിൽ പോകാം, ചെടികളെ പരിചരിക്കാം. പിന്നെ ഉച്ച കഴിഞ്ഞ് അമ്മ എന്ത് ചെയ്യും? ആസ് ഓൾവേസ് ഹോംവർക്ക് ഒന്നും ചെയ്യണ്ട, ഡിന്നറിന് പ്രിപ്പയർ ചെയ്യണം. ബട്ട് നോട്ട് സാറ്റർഡേ വി ഹാഡ് ഫ്രീ ഇറ്റ് നോട്ട് ഓൺലി എ ഹോം. ചെറിയ ഹോംവർക്കുകൾ കാണും. ആൻഡ് ഹിസ് മദർ ഫിഷ് കുക്കിംഗ് ഏർലി. നേരത്തെ അമ്മ പാചകമൊക്കെ തീർത്തിട്ട് ഉച്ചയാകുമ്പോൾ, ഉച്ച കഴിയുമ്പോൾ ഉച്ചയ്ക്ക് 3 മണി മുതൽ സിനിമയുണ്ട്. ആ സിനിമയുടെ പേരാണ് മാറ്റിനി. 3 മുതൽ 5 വരെ മാറ്റിനിക്ക് പോകാം, സിനിമയ്ക്ക് പോകാം. മാറ്റിനി സാറ്റർഡേ. അപ്പോൾ എല്ലാ സാറ്റർഡേയിലും സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോകും. മാറ്റിനി ഉച്ച കഴിഞ്ഞുള്ള ചിത്രം കാണണം. അമ്മ ഇവനെയും കൂടെ പോകും. അത് വലിയ സന്തോഷമാണ്.
And then there was, of course, the matinee. The only excitement of our court. They pressed past the dining room. The bodies were still. This സംഭവം നടക്കുന്നത് ഈ സ്കൂളിൽ വെച്ച് തന്നെയാണ്. അത് പിന്നീട് പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് കുട്ടികളുടെ ബോർഡേഴ്സ് ആണ്. ബോർഡിങ്. അതായത് ചില കുട്ടികളുടെ വീടുകളിൽ അപ്പനും അമ്മയും നോക്കാനില്ലെങ്കിൽ അവരെ സ്കൂളിൽ തന്നെ താമസിപ്പിച്ച് പഠിപ്പിക്കും. അങ്ങനെ സ്കൂളിൽ പിള്ളേരെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ ബോർഡിംഗ് സ്കൂൾ. അതായത് വൈകുന്നേരം വീട്ടിലേക്ക് വിടത്തില്ല. അങ്ങനെ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ വീട്ടിൽ പോകുന്നത് ശനിയാഴ്ചയോ അവധി ദിവസങ്ങളോ നീണ്ട ദിവസമോ മാത്രമാണ്. കാരണം പലരും ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്നു. ഇവിടെ ബോർഡിംഗ് സ്കൂളിൽ ഈ കുട്ടി നമ്മുടെ കുട്ടി ബോർഡിംഗ് സ്കൂളിലാണ്. കാരണം അവന് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ കുട്ടികളൊക്കെ ബോർഡിംഗ് സ്കൂളിൽ നല്ല കളികളൊക്കെ ഉണ്ട്. അവർ ഡൈനിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ പ്ലേറ്റ്സും നൈറ്റ്സും ഒക്കെ എടുത്ത് സ്പൂണും എല്ലാം എടുത്തിട്ടുള്ളൂ. This morning, Peter, Peter, creeping up one of the entrances. A is the where put here. Let us have a planting. Now, ഭക്ഷണം ഇതാണ്. ഒരു കളിയാക്കി വിളിച്ചില്ല. He called out to the boy sitting in the table nearest to him. Whiskey scowled but was against thought through him. Whiskey വഴക്കുള്ള പക്ഷെ പിന്നീട് പെട്ടെന്ന് കാരണം വഴക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. കാരണം നമ്മൾ ഈ കുട്ടി അച്ഛൻ മരിച്ചു പോയ കുട്ടി നീ കൂടെ വരും. നമ്മളത് കേട്ടാൽ സങ്കടമാണ്. ക്ലാസ് ഡിമാൻഡ് അത് റിട്ടേൺ പാസ് എത്രയാകുമ്പോൾ ക്ലാസ് വന്നു. അപ്പോൾ ഇറ്റ് ബിഗാൻ വിത്ത് റീഡിംഗ്. വായനയോടായിരുന്നു മിസ് മൂസ് റിമൈൻഡ് ദ ബോയ്സ് ഓഫ് ദി 3 കളേർഡ് അക്ഷർ. അവരുടെ ടീച്ചറാണ് മിസ് മൂസ്. മിസ് മൂസ് അവരുടെ പറഞ്ഞു കൊടുത്തിരുന്നതിനെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. ഒരു പ്രോഗ്രാമാണ്. First 3 boys to ask me best. Just naturally he always looked forward to reading myself. നന്നായിട്ട് ആരാ വായിക്കുന്നു. Came ultimately which did not fare well. സംഖ്യാശാസ്ത്രം അമ്പതിനാണ് പഠനത്തിലുള്ള ഇംഗ്ലീഷ്. Today Miss Moss did not assign him a task. Assignment means assignment with assign. Assign ചെയ്യാനുള്ള നിർദ്ദേശിക്കാൻ നടത്തണം. നിർദ്ദേശിക്കുക. അസൈൻമെന്റ് കൊടുക്കുന്നത് അസൈൻ ചെയ്യുന്നത്. ഇന്ന കാര്യം ചെയ്യുന്നത് നിങ്ങളെ ഇവിടെ വാട്സാപ്പിൽ ടീച്ചേഴ്സ് ഇന്ന കാര്യം പറയാം. അതാണ് അസൈൻമെന്റ്. അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ who had lunch another table with Mr. Brown and Mr. Black. ഇതെല്ലാം കുട്ടികളുണ്ട്. gave him a helping of the teachers pudding. He was such. ഇപ്പം ഈ ബോർഡിംഗ് സ്കൂളിൽ കുട്ടികളോടൊക്കെ ചില ഏതാനും ടീച്ചേഴ്സും കൊടുക്കണം. അവരും എല്ലാത്തിനും കൂടും. Remember since the marbles in the bus, he completely forgot. Well, ബസ്സിൽ കൊണ്ടുവന്ന മാർബിളിന്റെ കാര്യം നമ്മുടെ കുട്ടി മറന്നു. In the afternoon, they had history and geography, and because it was Saturday, they went upstairs to the library for their class. അവസാനത്തെ അവർ ലൈബ്രറി മുകളിൽ നിലയിലും കാരണം ജോഗ്രഫി ഹിസ്റ്ററിയുമായി. കാരണം സാറ്റർഡേ ആയതുകൊണ്ട് പഠനങ്ങളൊന്നുമില്ല. He had a tale about how a clever young prince foiled an evil ogre and escaped from his clutches. ഒരു ഭീകരനായിട്ടുള്ള രാക്ഷസന്റെ കയ്യിൽ നിന്ന് ഒരു രാജകുമാരി എങ്ങനെ രക്ഷപ്പെടുന്നുള്ള കഥ അതാണ് അവർ വായിച്ചെടുക്കുന്നത്. And escaped from his clutches. അതിന്റെ വലിയ നഖങ്ങളിൽ നിന്ന്. It was exciting at the same time comical enjoy. He would tell it to his mother when he got home. വീട്ടിൽ പോകുമ്പോൾ അമ്മയോട് ഇവിടെ നടന്ന കഥകളും അവിടെ നടന്ന കൂട്ടുകാരോട് നടന്ന കളികളും പറയും. ബുക്സ് വീട്ടിൽ ചെന്നാൽ വലിയ തെറിയും വേഗം ബുക്കെല്ലാം ഇട്ടിട്ട് അമ്മയുടെ അടുത്ത് പോയി അമ്മയെ ആ ആവശ്യത്തിൽ എല്ലാ കാര്യങ്ങളും പറയും. ബോർഡിംഗ് സ്കൂളിലാണ് പഠിക്കുന്നത്. ബോർഡിംഗ് സ്കൂളിൽ റോൺലി സന്തോഷം. പക്ഷേ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ എല്ലാവരും വെയിറ്റ് ചെയ്താണ്. തിരിച്ച് വീണ്ടും ബോർഡിംഗ് സ്കൂളിൽ വരുന്ന അവർക്ക് വലിയ സന്തോഷം. എവരിവൺ ഈസ് dashed out is the home when a train they would miss if they were late. താമസിച്ച് പോയിട്ട് നമുക്ക് ട്രെയിൻ കിട്ടാറുള്ളത് നമുക്ക് എന്തെല്ലാം വിളിച്ചാലും അതുപോലെ വീട്ടിൽ നിന്ന്. കാരണം ഞാൻ സൺഡേ സാറ്റർഡേ വീട്ടിൽ പോകും. അത് സ്കൂളിലേക്ക് പോകും. ബോർഡിംഗുകാർ ഒരാഴ്ച സ്കൂളിൽ താമസിക്കും. അപ്പം അങ്ങനെയാണ് പല സ്കൂളിലേക്ക് വരുന്നത്. നമുക്ക് ഇവിടെ നിർത്താം. നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ഡേ.